ഇന്നലെ ഞാനും തൊഴിൽ മന്ത്രിയും പങ്കെടുത്തിരുന്നു. മാനേജ്മെൻറ്റ് പ്രതിനിധികളും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുത്തിരുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് നിർദ്ദേശം മിനിമം വേജസ് ആക്ട് നടപ്പാക്കുക. അത് നടപ്പാക്കുമ്പോൾ അതനുസരിച്ച് ഞങ്ങൾ സാലറിയിൽ മാറ്റം വരുത്താമെന്ന്. പക്ഷേ മിനിമം വേജസ് ആക്ട് നിയമമാക്കണമെങ്കിൽ എന്താണെങ്കിലും 2 മാസം എടുക്കും. കാരണം അതിന് ചില വ്യവസ്ഥാപിത നിയമങ്ങളുണ്ട്. പരാതികൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്ത് പരാതികൾ സ്വീകരിക്കുക. അത് കിട്ടി ഒരു ആക്ട് ആകുമ്പോൾ എന്താണെങ്കിലും സാഹചര്യത്തിൽ 2 മാസം എടുക്കും മിനിമം. പക്ഷേ അത് പരമാവധി സ്പീഡ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. അത് യാഥാർത്ഥ്യം മാനേജ്മെൻറ്റിനെ ഞങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ നിയമം നടപ്പാവുന്നവരെ ഈ സമരം ചെയ്യുന്ന നഴ്സുമാരുടെ സാലറിയിലൊരു 4000 രൂപ കൊടുക്കണം, താൽക്കാലിക ആശ്വാസം. ബാക്കിയുള്ള ആക്ട് വന്നതിന് ശേഷം പരിശോധിച്ച് ചെയ്യാം എന്നാണ് സൂചിപ്പിച്ചത്. പക്ഷെ അതിന് മാനേജ്മെൻറ്റ് ഇതുവരെ വഴങ്ങിയിട്ടില്ല. അത് സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ഇപ്പോൾ സമരം ചെയ്യുന്ന 2 ആശുപത്രികൾ തൃശ്ശൂർ രൂപതയുടെ കീഴിലാണ്. ഇപ്പോൾ രൂപത അധ്യക്ഷനുമായി സംസാരിച്ച് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലത്തെ യോഗം പിരിഞ്ഞിട്ടത്. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ നോക്കിയിരിക്കുക. അതെ, ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് 2 ആശുപത്രികളിലെ ജീവനക്കാർ സമരം ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു. അതാണല്ലോ ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റ് പ്രതിനിധികളും ഉണ്ടായിരുന്നു, ട്രേഡ് യൂണിയൻ നേതാക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഒരു ഒറ്റ ദിവസം കൊണ്ട് ചർച്ച കൊണ്ട് തീരുമാനമായിന്ന് വരില്ല. ചർച്ച തുടരും. അല്ല, അത് ആക്ട് നടപ്പാക്കുന്ന കാര്യത്തിലല്ലേ. അത് ഞാൻ പറഞ്ഞ അതെന്താണെങ്കിലും 1 മാസമെങ്കിലും എന്തായാലും എടുക്കും. 2 മാസം എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത്, ലേബർ കമ്മീഷണർ പറഞ്ഞത്. പക്ഷേ സ്പീഡപ്പ് ചെയ്യാം. സ്പീഡപ്പ് ചെയ്താൽ പോലും അതിൻ്റേതായിട്ടുള്ള നടപടിക്രമമുണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. അതുവരെ ആക്ട് നടപ്പാവുന്നവരെ ഒരു 4000 രൂപ അവർക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആക്ട് വന്നതിന് ശേഷം മാറ്റങ്ങൾ വരുത്താം. അല്ല, അവരുടെ ഭാഗം പറഞ്ഞു. സർക്കാരിൻ്റെ തീരുമാനം അവരെ അറിയിച്ചിട്ടുണ്ട്. അതിനോട് അനുകൂലമായിട്ട് മാനേജ്മെൻറ്റ് പ്രതികരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവർ പറഞ്ഞ രൂപതയുടെ കീഴിലായതുകൊണ്ട് രൂപത അധ്യക്ഷരായിട്ട് ചർച്ച ചെയ്യണമെന്നാണ് അവർ സൂചിപ്പിച്ചത്. പല ആശുപത്രി കെട്ടിടങ്ങളും അങ്ങനെയാണ്. ഈ കഴിഞ്ഞ ഒരുപാട് വർഷത്തേതുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ പുതിയ കെട്ടിടങ്ങൾ പണിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തകരാറ്, അതിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ അവിടെ വേസ്റ്റ് എത്താൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ 1-2 സ്ഥലം വേറെ ഒന്ന് വികേന്ദ്രീകരണം നടത്തണമെങ്കിൽ 1-2 സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഞങ്ങൾ നടത്തുകയാണ്. പക്ഷേ അത് ഞങ്ങൾ സ്ഥലങ്ങൾ പറയുമ്പോഴേക്കും അവിടെ സമരം തുടങ്ങും നാട്ടുകാർ. അതായത് അതിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വേസ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, ഇന്നലെ ആ കാര്യം ക്ലിയറായിട്ട് അസംബ്ലിയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നും ഇപ്പം സംഭവിച്ചിട്ടില്ല. സ്വകാര്യ മേഖല എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ. അത് ഇവരുടെ കാലത്തും ഇല്ലേ? അല്ല, ആരോഗ്യ മേഖലയിൽ, സർക്കാർ മേഖലയിൽ ഒരു സ്ഥാപനം പോലും സ്വകാര്യ മേഖലയ്ക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അങ്ങനെ യാതൊരു സംഭവമില്ല. ഞാൻ പറയാം, ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരാശുപത്രി പോലും സ്വകാര്യവൽക്കരിക്കില്ല. അത് ഞാൻ ഉറപ്പ് നൽകാം. ഏത് ഭീമൻ വന്നാലും സർക്കാർ ആശുപത്രികളെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇന്നലെ അവിടെ DME അവിടെ സന്ദർശിക്കുന്നുണ്ടെന്ന്. അതിന് കാരണം അവിടെ
മെഡിക്കൽ കോളേജിൻ്റെ മാത്രമാണെങ്കിൽ പരിഹാരം ഉണ്ടാക്കുക. ഇത് നഗരത്തിലുള്ള വേസ്റ്റ് മുഴുവൻ അവിടെ കൊണ്ടുവരികയാണ്. മിനിഞ്ഞാന്ന് മേയർ എന്നെ കാണാൻ വന്നിരുന്നു. മേയറോട് ഞാൻ പറഞ്ഞു, നഗരസഭയുടെ എല്ലാം കൊണ്ട് അവിടെ കൊണ്ട് ഡംപ് ചെയ്യാൻ പാടില്ല. ആശുപത്രിയുടെ ആണെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം. പക്ഷേ നഗരത്തിൻ്റെ മുഴുവൻ അവിടെ കൊണ്ട് ഡംപ് ചെയ്യരുത്. ഏതായാലും ഇന്ന് DME അവിടെ ചെന്ന് സൈറ്റ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. അത് ഇപ്പോൾ സർക്കാർ അവർ ഈ ഇത് കൊടുക്കുമല്ലോ, പൂർണ്ണമായിട്ടുള്ള ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി അഭിപ്രായം ചോദിക്കും. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ്, സ്വർണ്ണക്കൊള്ള പുറത്തു വരണം. അതിന് ഏത് തരത്തിലുള്ള അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ അഭിപ്രായം ചോദിക്കട്ടെ. തീർച്ചയായിട്ടും അതുവരെ സർക്കാരിന് ഒരു റോളും ഇല്ല. കാരണം കോടതി തന്നെ പറഞ്ഞിട്ട് സർക്കാരിനെ കാണിക്കേണ്ടാവും. അപ്പോൾ അത് കൊടുക്കട്ടെ. കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയാം. അതിനകത്ത് അപാകതകൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. തീർച്ചയായിട്ടും അത്രേ ചെയ്യാൻ കഴിയൂ. തീർച്ചയായിട്ടും ആ സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴുള്ളത്.